ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു ചാനലിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് 2025 ജാനുവരി തൊട്ടിട്ടുള്ള PSC ബുള്ളറ്റിനിൽ വരുന്ന കറണ്ട് അഫയേഴ്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2024 കേട്ടോ. ഏറ്റവും മികച്ച ചിത്രം ദ ബ്രൂട്ട് ലിസ്റ്റ്. മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമ എമിലിയ പെരസ്, ഫ്രഞ്ച് സിനിമയാണ്. മികച്ച സംവിധായകൻ ബ്രാഡി കോർബറ്റ്, ദ ബ്രൂട്ട് ലിസ്റ്റ്. മികച്ച നടൻ ഏഡ്രിയൽ ബ്രോഡി, ദ ബ്രൂട്ട് ലിസ്റ്റ്. മികച്ച നടി ഫെർണാണ്ട ടൊറസ്, ഐ ആം സ്റ്റിൽ ഹിയർ. മികച്ച സഹനടൻ കീരൻ കൾക്കിങ്, എ റിയൽ പെയിൻ. മികച്ച സഹനടി സോയി സൽദാന, എമിലിയ പെരസ്. മികച്ച തിരക്കഥ കോൺക്ലേവ്. മികച്ച ടെലിവിഷൻ സീരീസ് ഷോഗൺ. നമുക്കൊന്നുകൂടെ നോക്കാം കേട്ടോ. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2024. ഏറ്റവും മികച്ച ചിത്രം ദ ബ്രൂട്ട് ലിസ്റ്റ്. മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമ എമിലിയ പെരസ്, ഫ്രഞ്ച് സിനിമ. അത് എമിലിയ പെരസ് എന്ന് പറയുന്നത് ഫ്രഞ്ച് സിനിമയാണ്. മികച്ച സംവിധായകൻ ബ്രാഡി കോർബറ്റ്, ദ ബ്രൂട്ട് ലിസ്റ്റ്. മികച്ച നടൻ ഏഡ്രിയൽ ബ്രോഡി, ദ ബ്രൂട്ട് ലിസ്റ്റ്. മികച്ച നടി ഫെർണാണ്ട ടൊറസ്, ഐ ആം സ്റ്റിൽ ഹിയർ. മികച്ച സഹനടൻ കീരൻ കൾക്കിങ്, എ റിയൽ പെയിൻ. മികച്ച സഹനടി സോയി സൽദാന, എമിലിയ പെരസ്. മികച്ച തിരക്കഥ കോൺക്ലേവ്. മികച്ച ടെലിവിഷൻ സീരീസ് ഷോഗൺ. ഇനി JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം 2023. മികച്ച സിനിമ 2018. മികച്ച സംവിധായകൻ അഖിൽ സത്യൻ. മികച്ച നടൻ ടോവിനോ തോമസ്. മികച്ച നടി അഞ്ജന ജയപ്രകാശ്. മികച്ച ഗായിക B അരുന്ധതി. JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം 2023. മികച്ച സിനിമ 2018. മികച്ച സംവിധായകൻ അഖിൽ സത്യൻ. മികച്ച നടൻ ടോവിനോ തോമസ്. മികച്ച നടി അഞ്ജന ജയപ്രകാശ്. മികച്ച ഗായിക B അരുന്ധതി. 2024 ഐവറി പുരസ്കാരം ഗായിക KS ചിത്രയ്ക്ക് കേട്ടോ. 2024 ഐവറി പുരസ്കാരം ഗായിക KS ചിത്രയ്ക്ക്. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നടൻ ജഗതി ശ്രീകുമാറിന് കേട്ടോ. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നടൻ ജഗതി ശ്രീകുമാറിന്. ഇനി വിലാസിനി നോവൽ പുരസ്കാരം A നസീറയുടെ ഉച്ചാടനം എന്ന നോവലിന്. വിലാസിനി നോവൽ പുരസ്കാരം A നസീറയുടെ ഉച്ചാടനം എന്ന നോവലിന്. പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക പുരസ്കാരം കവിയും ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ K ജയകുമാറിന്. പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക പുരസ്കാരം കവിയും ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ K ജയകുമാറിന്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശ്ശൂർ ജില്ല ജേതാക്കളായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശ്ശൂർ ജില്ല ജേതാക്കളായി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രൊബോവോ സുബിയാന്തോ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയാവും. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രൊബോവോ സുബിയാന്തോ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയാകും. കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സിൻ്റെ CRPF നിലവിലെ മേധാവി ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് ആണ് കേട്ടോ. നിലവിലെ മേധാവിയാണ് ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ്. തോംസൺ ജോസിനെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് നിയമിച്ചു. തോംസൺ ജോസിനെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് നിയമിച്ചു. 1,60,000 വർഷത്തിൽ ഒരിക്കൽ മാത്രം കാണാനാകുന്ന കോമറ്റ് G3 എന്ന അപൂർവ വാൽനക്ഷത്രം ജനുവരി 13 രാത്രിയിൽ ദൃശ്യമായി. 1,60,000 വർഷത്തിൽ ഒരിക്കൽ മാത്രം കാണാനാകുന്ന കോമറ്റ് G3 എന്ന അപൂർവ വാൽനക്ഷത്രം ജനുവരി 13 രാത്രിയിൽ ദൃശ്യമായി. ഇന്ത്യ പണിയാനുദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയത്തിൻ്റെ നിർമ്മാണത്തിനും ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ വച്ച് അറ്റകുറ്റപ്പണി നടത്തുന്നതിനും
ഉള്ള സാങ്കേതിക വിദ്യയായ റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ അഥവാ നടക്കും യന്ത്രക്കൈ പരീക്ഷണം വിജയകരം. ഇന്ത്യ പണിയാനുദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയത്തിൻ്റെ നിർമ്മാണത്തിനും ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ വച്ച് അറ്റകുറ്റപ്പണി നടത്തുന്നതിനും ഉള്ള സാങ്കേതിക വിദ്യയായ റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ അഥവാ നടക്കും യന്ത്രക്കൈ പരീക്ഷണം വിജയകരം. ന്യൂസിലാൻഡ് ഓപ്പണർ മാർട്ടിൻ ഗാപ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ന്യൂസിലാൻഡ് ഓപ്പണർ മാർട്ടിൻ ഗാപ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ബ്രസീലുകാരി കന്യാസ്ത്രീ ഇ കാനഭാരോ ലൂക്കാസ് ആണ് പുതിയ ലോകമുത്തശ്ശി ട്ടോ. ബ്രസീലുകാരി കന്യാസ്ത്രീ ഇ കാനഭാരോ ലൂക്കാസ് ആണ് പുതിയ ലോകമുത്തശ്ശി. ഡോക്ടർ വി നാരായണൻ ISRO ചെയർമാനായിട്ട് നിയമിതനായി. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡോക്ടർ വി നാരായണൻ ISRO ചെയർമാനായി നിയമിതനായി. ഇനി പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ P. ജയചന്ദ്രൻ അന്തരിച്ചു. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ P. ജയചന്ദ്രൻ അന്തരിച്ചു. യുഎസിൻ്റെ 39ാം പ്രസിഡന്റ് ജിമ്മി കാർട്ടർ അന്തരിച്ചു. 100 വയസ്സുവരെ ജീവിച്ച ഏക അമേരിക്കൻ പ്രസിഡന്റാണ് അദ്ദേഹം. യുഎസിൻ്റെ 39ാം പ്രസിഡന്റ് ജിമ്മി കാർട്ടർ അന്തരിച്ചു. 100 വയസ്സുവരെ ജീവിച്ച ഏക അമേരിക്കൻ പ്രസിഡന്റാണ് അദ്ദേഹം. ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞൻ രാജഗോപാല ചിദംബരം അന്തരിച്ചു. ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞൻ രാജഗോപാല ചിദംബരം അന്തരിച്ചു. ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കോസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞൻ ഡോക്ടർ KS മണിലാൽ അന്തരിച്ചു. ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കോസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞൻ ഡോക്ടർ KS മണിലാൽ അന്തരിച്ചു. ഷൂട്ടിംഗ് താരം മനു ഭാക്കർ, ലോക ചെസ് ചാമ്പ്യൻ D. ഗുകേഷ്, ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്, പാരാ അത്ലറ്റ് പ്രവീൺ കുമാർ എന്നിവർക്ക് രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽ രത്ന പുരസ്കാരം കിട്ടി. ഷൂട്ടിംഗ് താരം മനു ഭാക്കർ, ലോക ചെസ് ചാമ്പ്യൻ D. ഗുകേഷ്, ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്, പാരാ അത്ലറ്റ് പ്രവീൺ കുമാർ എന്നിവർക്ക് രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽ രത്ന പുരസ്കാരം കിട്ടി. മലയാളിയായ നീന്തൽ താരം സാജൻ പ്രകാശ് അർജുന അവാർഡിനും മലയാളി ബാഡ്മിൻ്റൺ കോച്ച് S. മുരളീധരൻ ദ്രോണാചാര്യ പുരസ്കാരത്തിനും അർഹരായി ട്ടോ. മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ് അർജുന അവാർഡിനും മലയാളി ബാഡ്മിൻ്റൺ കോച്ച് S. മുരളീധരൻ ദ്രോണാചാര്യ പുരസ്കാരത്തിനും അർഹരായി. ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം ഇന്ത്യയുടെ കൊനേരു ഹംപിക്ക് ട്ടോ. ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം ഇന്ത്യയുടെ കൊനേരു ഹംപിക്ക്. വനിതകളുടെ അണ്ടർ-19 ഏകദിന ക്രിക്കറ്റിൽ മേഘാലയക്കെതിരെ 157 പന്തിൽ 346 റൺസ് നേടി പെൺകുട്ടികളുടെ യൂത്ത് ലിസ്റ്റ് A ക്രിക്കറ്റിൽ മുംബൈ ഓപ്പണറായ ഇറ ജാദവ് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടി റെക്കോർഡിട്ടു. വനിതകളുടെ അണ്ടർ-19 ഏകദിന ക്രിക്കറ്റിൽ മേഘാലയക്കെതിരെ 157 പന്തിൽ 346 റൺസ് നേടി പെൺകുട്ടികളുടെ യൂത്ത് ലിസ്റ്റ് A ക്രിക്കറ്റിൽ മുംബൈ ഓപ്പണറായ ഇറ ജാദവ് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടി റെക്കോർഡിട്ടു. വനിതാ ഏകദിന ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ 50 ഓവറിൽ 370 റൺസ് പടുത്തുയർത്തി റെക്കോർഡ് കരസ്ഥമാക്കി ഇന്ത്യ. 2017 അയർലൻഡിനെതിരെ 358 റൺസ് എടുത്തതായിരുന്നു ഇതുവരെയുള്ള ഉയർന്ന സ്കോർ. വനിതാ ഏകദിന ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ 50 ഓവറിൽ 370 റൺസ് പടുത്തുയർത്തി റെക്കോർഡ് കരസ്ഥമാക്കി ഇന്ത്യ.
2017 അയർലൻഡിനെതിരെ 358 റൺസ് എടുത്തതായിരുന്നു ഇതുവരെയുള്ള ഉയർന്ന സ്കോർ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കേരളത്തെ 1-0 തോൽപ്പിച്ച് ബംഗാൾ ചാമ്പ്യന്മാരായിട്ടോ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കേരളത്തെ 1-0 തോൽപ്പിച്ച് ബംഗാൾ ചാമ്പ്യന്മാരായി.